ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റ് കോലമാണ് കേട്ടോ. ഇത് ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 6:45 എഴുന്നേറ്റ്. പക്ഷെ ഞാൻ പല്ല് തേക്കാൻ പോകുന്ന ഒരു 7:30 ആയപ്പോഴാട്ടോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത്രയും നേരം എഴുന്നേറ്റ് പല ടിവിയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല്ല് തേക്കട്ടെ. അത് നമ്മൾ ഈ ടാങ്കിൻ്റെ ഇവിടെ നിന്നാണ് കേട്ടോ പല്ല് തേക്കുന്നത്. അപ്പോൾ പല്ല് തേക്കട്ടെ കേട്ടോ. അപ്പടി ചീവീടിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇവിടെ എല്ലാം. നമുക്കിവിടെ ഒരു കുഞ്ഞ് റംബുട്ടാനുണ്ട്. അതിനകത്ത് പൂത്തിട്ടുണ്ട്, പക്ഷെ ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പരിസരങ്ങൾ. പുറകുവശം ബാക്ക് അവിടെ തുണിയൊക്കെ അലക്കുന്നതാണ് കേട്ടോ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഡ്രസ്സല്ല കേട്ടോ കൂടുതലും ഇടുന്നത്, അമ്മയുടെ ഡ്രസ്സാണ് കേട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ പഴയ ബാത്റൂമാണ് കേട്ടോ. നമുക്ക് അകത്ത് വേറെ ബാത്റൂമുണ്ട്. ഇത് പുറത്തുള്ളൊരു ബാത്റൂമാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബാത്റൂമാണ് കേട്ടോ. അകത്ത് വേറെ ഉണ്ട്. അപ്പോൾ ഞാനിനി കാപ്പി കുടിക്കട്ടെ കേട്ടോ. കഴിക്കാം ഗൈസ്. ബീഫിൻ്റെ ഒരു ഇച്ചിരി കഷ്ണം വറുത്തത്, പിന്നെ ഞാൻ ചാറാണ് കേട്ടോ കൂട്ടുള്ളൂ. അപ്പോൾ ഇതേ പാൽച്ചായ ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ്. പിന്നെ എൻ്റെ പുറത്തിരിക്കുന്നത് ഉറുമ്പ്. ഇച്ചിരി ചക്ക എടുക്കുന്നു. അയ്യോ, കൈ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇച്ചിരി ചക്ക എടുക്കുന്നു, ഒരു ബീഫ് എടുക്കുന്നു, ചാറിനകത്ത് മുക്കുന്നു, തിന്നുന്നു. സൂപ്പർ സൂപ്പർ. അവിടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി ഗൈസ്. പിന്നെ ഇത് എങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞാപ്പി ഇവിടെ നിൽപ്പണ്ട്. മുറ്റമടിക്കാനൊന്ന് ഇറങ്ങണം എന്നുണ്ട്. മുറ്റമടിക്കാൻ ഇറങ്ങണം. വന്ന് ഗൈസ്, ഞങ്ങളിത് മുറ്റമടിക്കാൻ ഇറങ്ങാൻ പോവാണ്. മുറ്റമടിക്കട്ടെ. അടിച്ചിട്ട് വന്നു. ഇനി കുളിച്ചാലാട്ടോ ഈ ഓർക്കക്ഷീണം മാറുള്ളൂ. അതുവരെ ഇതുണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊരു പൂച്ചക്കുട്ടിയാണ്. പൂച്ചക്കുട്ടിയല്ല കേട്ടോ, പൂച്ചക്കുട്ടിയുടെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് കൈ പിടിക്കാൻ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ചുറ്റി ഇവിടെ വരെ ഇങ്ങനെയാക്കാം. പിന്നെ ഇതേ അത് പഴയതായിട്ട് വരും. പൊന്നാപ്പിന്ന് പേരിട്ടേക്കുന്ന പൂച്ചക്കുട്ടി എന്നാട്ടോ. നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുക, നല്ല മുഖത്തോടെ ഇങ്ങനെ വെക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഇതാണ്, മിനുസാണ്. അപ്പം ഇനി ഞങ്ങൾ കുളിക്കും. കുളിച്ച് ഞങ്ങൾ കാണും. ഇന്നത്തെ വ്ളോഗ് കുഞ്ഞു വ്ളോഗ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ വൈകുന്നേരം വരെയുള്ള എടുക്കാമെന്ന് വിചാരിക്കുന്നു. വീട്ടിലായതുകൊണ്ട് അധികം പരിപാടിയൊന്നും ഇല്ലല്ലോ എടുക്കാനുള്ള. അവിടെ ആണെങ്കിലാണ് പണിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും. ഇവിടെ പകുതി മുക്കാൽ സമയമല്ല, ഫുൾ സമയം ഇവിടെ റെസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനും കാണിക്കാനും വീഡിയോസൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ മുറ്റമൊക്കെ അടിച്ചിട്ട് കയറി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുളിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഫോണിൽ നോക്കാമെന്നോർത്ത് ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയേ ഇടാം. എൻ്റെ കുളി കഴിഞ്ഞു. ഇവിടെ എപ്പോഴും കറണ്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുളിയും കൂടെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ പണിയൊന്നുമില്ല. പിന്നെ ദേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കറണ്ട് തരെ പോകുന്നുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ, വലിയ വീഡിയോ ഒന്നുമല്ല. വലിയ വീഡിയോ ഒക്കെ അവിടെ ചെന്നാലേ വേണം. അവിടെ ചെന്നാൽ ഫുൾ ടൈം പണിയാണ് കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പോൾ കുഞ്ഞാപ്പിനെ ആദ്യം കുളിപ്പിച്ചു, പിന്നെ ഞാനും കുളിച്ചു.
അവനും കുളിച്ചു. സിന്ദൂരമൊക്കെ തൊട്ടിട്ടെ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ലെങ്കിലും സിന്ദൂരം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൊട്ടില്ലെങ്കിൽ ഏതാണ്ട് ജീവനില്ലാത്തൊരവസ്ഥയാണ്. തൊട്ട് കഴിയുമ്പോൾ ഒരു ധൈര്യവും എന്നാ പറയുക അങ്ങനെ. പിന്നെന്താ വേറെ എന്നാ വിശേഷം? വൈകുന്നേരം മഴയാണ്. വൈകുന്നേരത്തെ എടുക്കുന്ന എങ്ങനെ എന്ത് കൊണ്ടുവന്നേ എൻ്റെ കയ്യിൽ എന്നാ ഒരു 2 മാസം മുമ്പ് ഒരു കൊതുക് കുത്തിയതാണ്. അത് ദേ ചൊറിഞ്ഞ് ദേ ഇങ്ങനെയായി മാറി. ചൊറി വന്നവർ ചേട്ടാ എന്നെ ചൊറിച്ചിന്നൊക്കെ വിളിച്ച് കളിയാക്കും ഗൈസ്. അപ്പം നമ്മുടെ അകത്ത് ഓസിട്ടേക്കുന്ന വെള്ളം നിറഞ്ഞപ്പോൾ പൈപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തുണിയൊക്കെ ഇറക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ അലക്കിയിട്ടു. നമുക്ക് ഇച്ചിരി വയ്യായികയുണ്ട്, ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി അലക്കിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുളിച്ച്. അലക്കുന്നൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ്. ഇതിനകത്തോടെ അങ്ങോട്ടും എടുക്കും, നമ്മൾ തുണി അലക്കാനും എടുക്കും. പിന്നെ ഇച്ചിരി ലേശം ഞാൻ രാവിലെ കാപ്പി കുടിച്ചതിൻ്റെ പാത്രം കഴുകാനുണ്ട്. അതിനിപ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ. കാരണം ഇപ്പം കുളി കഴിഞ്ഞതേ കഴുകുന്നില്ല. ഫ്രഷായിട്ടിരിക്കുമല്ലേ, ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുകുന്നുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് എന്നാ പറയുക, വാച്ചിങ് അവറും ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ബാക്കി ക്രൈറ്റീരിയാസൊക്കെ എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫോണിനകത്തൊക്കെ നോക്കി ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എന്താകുമെന്നൊന്നും അറിയത്തില്ല. ഞാനിട്ട വീഡിയോ അല്ല കേട്ടോ കയറിപ്പോയേക്കുന്നത്. വാച്ചിങ് അവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചേക്കുന്ന വേറൊരു വീഡിയോ ആണ്. അതാണ് ഞാനിങ്ങനെ പുറത്ത് പറയാൻ മടിച്ച്. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്നാ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ആഡ്സെൻസ് അക്കൗണ്ടിന് ഇത് കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്രൂവായി വരുന്നതേ ഉള്ളൂ, പ്രോസസ്സിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അതെന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടിക്കഴിഞ്ഞ് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു. ചുമ്മാ ഇരിക്കുവാണല്ലോ വീട്ടിൽ. അപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടായിരിക്കണം. എൻ്റെ ഷോർട്ട് വീഡിയോസിനൊക്കെ അത്യാവശ്യം സപ്പോർട്ട് എല്ലാവരും തരുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ. ഒരുപാട് താങ്ക്സ്, സന്തോഷം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി മുന്നോട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് ശേഷം കറണ്ടൊക്കെ വന്ന് ചാർജൊക്കെ ഫോണിലുണ്ടായാൽ ഞാൻ എടുക്കാം കേട്ടോ. കുഞ്ഞാപ്പിക്ക് കയറി വന്നേ, ഇങ്ങോട്ട് കയറി വന്നേ. ഏടി ദേവൂട്ടി. അപ്പം ഇവളുടെ പുറകെ തന്നെ നടന്ന സമയം പോകും കേട്ടോ. ഇങ്ങോട്ട് കയറിക്കേ കുഞ്ഞെ, കുളിപ്പിച്ചിട്ട് കണ്ടോ ഇങ്ങോട്ട് കയറിപ്പോക്കേ ഉണ്ടോ. ഞാൻ കുളിപ്പിച്ചതാ, എന്നിട്ട് അവൾ ചെരുപ്പ് കൂടാതെ അവളോട് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ ഇനി കറണ്ടൊക്കെ വന്നിട്ട് ശേഷം ഞാൻ വീഡിയോ എടുക്കാം കേട്ടോന്നേ. അപ്പോൾ അല്ലെ പിന്നെ വീഡിയോയുടെ ഇതുകൊണ്ട് ലെങ്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ എനിക്ക് ഒരു 2 GB ഉള്ളൂ ഡെയിലി. ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കറണ്ട് വന്നില്ല ഗൈസ്. ഫോണിനകത്ത് ചാർജൊന്നുമില്ല. ഇറങ്ങി ചെല്ലട്ടെ അവളുടെ കൂടെ. ഫോണിനകത്ത് ചാർജില്ല. ഞാൻ എപ്പോൾ ഫുള്ളൊരു ഡെയിമേ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചാലും എനിക്കതിന് നടക്കാറില്ല ഗൈസ്. കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഫോൺ റെഡ് സിഗ്നൽ ആകാൻ പോകുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഫുള്ളായിട്ടൊരു ഡെയിമേ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എപ്പോൾ കറണ്ട് വരുമെന്നറിയത്തില്ല. ഞാൻ KSE-ബിക്കാരെ വിളിച്ച് മടുത്ത്. അവർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തന്നെ ഇപ്പം 3-4 മണിക്കൂറായി. 10 മണിയായപ്പോൾ പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ കുഞ്ഞു വിശേഷം എന്ന് പറയാൻ. ഈ കറണ്ടില്ലാത്തത് തന്നെ ഒരു വിശേഷമല്ലേ. ആവിയെടുത്ത് പൊരിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരം മഴയാണെങ്കിൽ കറണ്ട് സ്വാഗതം. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ചീറ്റിപ്പോയ വീഡിയോ, ഡെയിമേ ലൈഫ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പം ഇനി ഇതുപോലെ ചീറ്റിപ്പോയ ഡെയിമേ ലൈഫ് എൻ്റെ ലൈഫിൽ ഇല്ലാതിരിക്കട്ടെ. ടാറ്റ.